മാധ്യമങ്ങളെ കാണുന്നു. നമുക്ക് അതിലേക്ക് പോകാം. ഞങ്ങളെ പാർട്ടിയിൽ എന്താണ് ഒരു ചവറ് ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട് നിങ്ങൾ മഹാരാഷ്ട്രയിലെ, ഞാൻ പറയട്ടെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. പറയട്ടെ സഹോദര, ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി, നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ വേറെ ജോലി അത് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ ബാക്കിയൊന്നും നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് ചെവിയിൽ വിളിക്കുമെന്നാണ് അദ്ദേഹം ഈ ഇലക്ഷന് മുൻപ് പറഞ്ഞത്. ബിജെപിയുടെ നിർണായകമായ യോഗമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ. രാജി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ പങ്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി.ജെ.പിക്ക് വലിയ പരാജയം ഉണ്ടായില്ല എന്ന് ബി.ജെ.പി വിചാരിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ് അല്ലേ? അവര് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താൻ കഴിയില്ല. ഞങ്ങൾ തോറ്റിട്ടില്ല എന്നൊരു പാർട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരാജയമോ ഞങ്ങൾക്ക് വളർച്ചാക്കുറവോ ഉണ്ടായിട്ടില്ല, വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു പാർട്ടി ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ മറ്റാർക്കാണ് തിരുത്താൻ പറ്റുക? ഏതായാലും കോഴിക്കോടും കൂടെ പോസ്റ്റർ വന്നിട്ടുണ്ട് നേതൃത്വത്തിനെതിരെ. ഇതൊക്കെ നേതാക്കൾ കാണുന്നുണ്ടാകണം. ഇനി അവർ ചർച്ച കൂടി തീരുമാനിക്കണം. അതിനുശേഷം എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ എന്ന് നമുക്ക് കാത്തിരിക്കാം.